ഒറ്റ ബോംബിൽ പിണറായി വിജയനെ ഒടിച്ചു മടക്കി കുപ്പിയിലാക്കി തന്റെ വരുതിയിൽ നിർത്താൻ പത്മകുമാറിന് സാധിച്ചോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കേഡർ പാർട്ടിയായ CPM നാളിതുവരെയായിട്ടും പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതിരുന്നത്? കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്നെയും പിണറായിയും മാറ്റിയിട്ട് വേറെ ആരെയാണ് നിങ്ങൾക്ക് പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതൊന്നും ഇവിടെ നടപ്പില്ല. പിണറായിക്ക് കൈപോക്കാൻ ഗോവിന്ദനും ഗോവിന്ദന് കൈപോക്കാൻ പിണറായും, അങ്ങനെയായിരുന്നു കാര്യങ്ങൾ ഇതുവരെയെങ്കിൽ തന്റെ ആത്മകഥയിലൂടെ പല ബോംബുകളും പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പത്മകുമാർ എത്തിയതോടെ പിണറായി വിജയൻ ശരിക്കും പേടിച്ചു കഴിഞ്ഞു. ദൈവം പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് മുൻപ് പത്മകുമാർ ചോദിച്ച അതേ ചോദ്യം ഇപ്പോൾ ചെന്ന് പതിക്കുന്നത് പിണറായിയുടെ തലയിലാണ്. കഴിഞ്ഞ ദിവസം കൂടിയാണ് SIT ശബരിമലയിൽ കയറി പരിശോധന നടത്തിയത്. ഇനിയും ആരൊക്കെ അകത്ത് കിടക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കൂടാതെ ED കേസിൽ മകളെ തേടി അന്വേഷണ സംഘം എത്തിയാലും ആ അടിയും ഒരു പരിധിക്കപ്പുറം പിണറായിയുടെ തലക്കിട്ട് തന്നെയാണ് കിട്ടുന്നത്. എന്തായാലും ഉന്നത പോലീസ് മേധാവിയെ അടക്കം ഒരു ഫോൺ കോളിലൂടെ പുറത്താക്കാൻ തക്ക അധികാരമുള്ള ഒരേയൊരു വ്യക്തി മാത്രമേ ശബരിമല സ്ത്രീ പ്രവേശത്തിന് പിന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് പത്മകുമാർ തുറന്നു പറഞ്ഞതോടെ പത്മകുമാറിനെ ഇപ്പോൾ പുറത്താക്കുമെന്ന് പറഞ്ഞ CPM ഒടുവിൽ വെറും സസ്പെൻഷനിൽ ഒതുക്കി തീർക്കുകയാണ് ഉണ്ടായത്. അതെ, CPMനെ അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് പത്മകുമാർ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതിയായി 90 ദിവസത്തോളം ജയിലിൽ കിടന്ന പത്മകുമാറിനെതിരെ കടുത്ത അച്ചടക്ക നടപടിയെടുക്കാൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ തന്നെ പുറത്താക്കിയാൽ പാർട്ടിയുടെ മാന്യന്മാരായ പല നേതാക്കളുടെയും മുഖം മൂടി അഴിക്കുമെന്ന് പത്മകുമാറിന്റെ ഭീഷണിക്ക് മുന്നിൽ ഒടുവിൽ പാർട്ടി നേതൃത്വത്തിന് വഴങ്ങേണ്ടി വന്നു. ശബരിമല യുവതീ പ്രവേശന കാലത്ത് പത്മകുമാറിനെയും അന്നത്തെ IG ശ്രീജിത്തിനെയും ഇരുട്ടിൽ നിർത്തി അണിയറയിൽ രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ച വമ്പൻ സ്രാവുകൾ ആരൊക്കെയാണെന്ന് തന്റെ ആത്മകഥയിലൂടെ തുറന്നു പറയുമെന്നാണ് അദ്ദേഹം വെല്ലുവിളിച്ചത്. ഈ ആത്മകഥാ ബോംബ് പേടിച്ചാണ് പാർട്ടിയുടെ പത്തനാപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വെച്ച് പുറത്താക്കൽ നടപടി വെറും സസ്പെൻഷനിലേക്ക് ഒതുക്കി തീർത്തത്. എന്നാൽ ഇതിലും അപ്പുറം CPM നേതൃത്വത്തെ ഒന്നാകെ അമ്പരപ്പിക്കുന്ന മറ്റൊരു സാങ്കേതിക ട്വിസ്റ്റ് കൂടിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ മെമ്പർഷിപ്പ് പുതുക്കാത്ത ഒരാൾ സാങ്കേതികമായി പാർട്ടിയുടെ ഘടനയ്ക്ക് പുറത്താണ്. പത്മകുമാറാകട്ടെ കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടി അംഗത്വം പുതുക്കുകയോ ലെവി ഒടുക്കുകയോ ചെയ്തിട്ടില്ല. അതായത് പാർട്ടിയിൽ നിലവിൽ അംഗമല്ലാത്ത ഒരാളെ സസ്പെൻഡ് ചെയ്തു എന്ന് വരുത്തി തീർത്ത് പൊതുജനങ്ങൾക്ക് മുന്നിൽ കബളിപ്പിക്കാൻ നോക്കിയ CPMന്റെ നാടകമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പത്മകുമാറിന്റെ ഈ കരുത്തുറ്റ നീക്കങ്ങൾക്ക് മുന്നിൽ CPM നേതൃത്വവും പിണറായി വിജയനും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്.